വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ നവംബർ 2-ന് LGSന്റെ എക്സാം ആരംഭിക്കുകയാണ്. അതായത് ഇനി നമ്മുടെ പ്രിപ്പറേഷനായിട്ട് എല്ലാവരുടെയും മുന്നിൽ എത്ര ദിവസമുണ്ട്? ഏതാണ്ട് ഒരു 45 ദിവസം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ 45 ദിവസം നവംബർ 2 ബാക്കിയുള്ള ജില്ലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് എന്തുണ്ട്? പ്രിപ്പറേഷൻ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആദ്യം പഠിക്കേണ്ട 50 ടോപ്പിക്കുകൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ രണ്ട് LGS നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് വേരിയസ് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, യൂണിവേഴ്സിറ്റി LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, NCAയുടെ വിജ്ഞാപനങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും ആവർത്തിക്കുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും, റാങ്ക് ഉറപ്പിക്കാൻ പറ്റും, ജോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 50 ടോപ്പിക് ഏതെല്ലാമാണ്? അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, 50 ടോപ്പിക്, അതിന് വേരിയസ് LGSന്റെ സിലബസ് നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ 50 ടോപ്പിക്കുകൾ ഇല്ലല്ലോ. അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കുക, ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന സിലബസിനകത്ത് കിടന്നാൽ അത് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വിശാലമായിട്ടുള്ള 6 ലാൻഡ് ഫോംസ് ആണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ സിലബസിനകത്ത് ജസ്റ്റ് ഒരു നട്ഷലായിട്ട് മാത്രമേ കിടപ്പുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന അതിലെ മേഖലകൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ ടോപ്പിക്സ് ഉറപ്പായിട്ടും പഠിച്ചേക്കാം, നമുക്ക് ജോലി കിട്ടിയിരിക്കും, ഞാനാ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ഈ 4 ജില്ലകളിലെ നവംബർ 2-നാണ് എക്സാം വരുന്നത്. ദെൻ പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ നോക്കുകയാണെങ്കിൽ 23-ാം തീയതി നവംബർ 23-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ നല്ല സമയമുണ്ട്. ദെൻ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ നവംബർ 30-നാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് ആപ്ലിക്കൻസിൻ്റെ പകുതി ശതമാനം ആൾക്കാർ മാത്രമേ, എത്ര പേര് അപ്ലൈ ചെയ്തു അതിൻ്റെ 60% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് എക്സാം എഴുതാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം ഇതിനേക്കാളും എന്തായിരിക്കും? ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ സാധ്യത മനസ്സിലാക്കുക. അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ്. നമ്മളൊരു എഫേർട്ട് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും പഠിച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജോലി ക്രാക്ക് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യം നോക്കേണ്ടത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. അപ്പോൾ ഒന്ന്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്ക്, വനസമ്പത്ത് എല്ലാം കൂടെ ചേർത്താണ് വരുന്നത്. അത് കഴിഞ്ഞ് 2 വൈദ്യുത പദ്ധതികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾ എടുത്തു പഠിച്ചോ, ജലവൈദ്യുത പദ്ധതികൾ, താപവൈദ്യുത നിലയങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, അടുത്ത കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പിന്നെ കേരളം, അടിസ്ഥാന വിവരങ്ങൾ, അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല, ഏറ്റവും ചെറിയ ജില്ല, വടക്കേയറ്റം, തെക്കേയറ്റം, ജനസംഖ്യ കൂടുതൽ, അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരുന്ന ബേസിക് ഫാക്ട്സ് ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഒരു മാർക്ക് അവിടെ കിട്ടിയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നദികൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്ത് കൊടുക്കുക. പെരിയാറ്, ഭാരതപ്പുഴ നോക്കുക. പെരിയാറും ഭാരതപ്പുഴയും ആദ്യം പഠിക്കാൻ നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, ജസ്റ്റ് പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലിയ കായൽ ഏതൊക്കെ ജില്ലകളിൽ വ്യാപിച്ചിരിക്കുന്നു, വടക്കേ അറ്റത്തുള്ള കായൽ, ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കായൽ, അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും, അതായത് റാഡ്ക്ലിഫ് ലൈൻ, മക്മോഹൻ ലൈൻ, ഡ്യൂറൻ ലൈൻ. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഓരോ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, അടുത്ത ചുരങ്ങൾ, പ്രധാനപ്പെട്ട ഹിമാലയൻ പാസസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്താണ് സംഭവം എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ തീരപ്രദേശം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ തീരപ്രദേശം. അതുവഴി കേരളത്തിൻ്റെ തീരപ്രദേശം ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി എന്ന ടോപ്പിക്ക്, അതും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ഏറ്റവും വലിയ ഭൂരൂപം ഏതാണ്, ഏറ്റവും പഴക്കം ചെന്ന ഭൂരൂപം ഏതാണ്, ആ ഉപദ്വീപീയ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്, മീൻസ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഇന്ത്യയിലെ വ്യവസായം, പ്രത്യേകിച്ച് ആദ്യത്തെ സിമൻറ്റ് വ്യവസായമായിക്കോട്ടെ, സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഓരോന്നും എവിടെ സ്ഥിതി ചെയ്യുന്നു, പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്, ഇന്ന സാധനത്തിൻ്റെ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതൊക്കെയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ പ്രധാനപ്പെട്ട നദികൾ, ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ഫസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ ധാതുക്കൾ, അതിൻ്റെ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഏറ്റവും അധികം മൈക്കോൽപാദിപ്പിക്കുന്ന
ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ്. ഏറ്റവും അധികം സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും അധികം യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് വൺ അടുത്ത കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. അപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദയം പേരൂർ സുനഹദോസ് മുതൽ അങ്ങോട്ട് അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മയ്യഴി വിമോചനം, അതുവരെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ വലിയ ടോപ്പിക്കാണ്. പക്ഷെ അത് പഠിച്ചേ പറ്റത്തുള്ളൂ. മിനിമം ഏറ്റവും ചുരുങ്ങിയതൊരു 2 മാർക്ക് നമുക്കവിടെ കിട്ടിയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നവോത്ഥാനം ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാം ഒന്നും പഠിക്കേണ്ട, എല്ലാവരെയും പഠിച്ചാൽ നമുക്ക് ഓർത്ത് വയ്ക്കാനും പറ്റത്തില്ല. ജസ്റ്റ് കുറച്ച് ആൾക്കാർ: ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, ചവറാച്ചൻ, വൈകുണ്ഠ സ്വാമികൾ, കെ എളപ്പൻ, സഹോദരൻ അയ്യപ്പൻ, ആ കുറച്ച് ആൾക്കാരെ മാത്രം നോക്കി വെച്ചേക്കുക, പ്രധാന പോയിന്റ്സ് എല്ലാം. അതിനുശേഷം ബാക്കിയുള്ളവരുടെ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്താൽ മതിയാവും, പഠിച്ചാൽ മതിയാവും, കൂടുതലൊന്നും വേണ്ട. നെക്സ്റ്റ് വൺ അടുത്ത 1ാം കേരള നിയമസഭ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1ാം കേരള നിയമസഭ. പിന്നെ രോഗങ്ങൾ, രോഗകാരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ വായു വഴി പകരുന്ന രോഗം, ജലം വഴി പകരുന്ന രോഗം, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം, വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ, രോഗകാരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൈറ്റമിൻസിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ, അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. രക്തം, പിന്നെ അത് കഴിഞ്ഞ് പി എച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഹൃദയ അറകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പാറ്റയ്ക്ക് എത്ര ഹൃദയ അറയുണ്ട്, മനുഷ്യന് എത്ര ഹൃദയ അറയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഉരകങ്ങൾക്ക് എത്ര ഹൃദയ അറയുണ്ട്, അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ആ സെൻസ് ഓർഗൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് വൺ അടുത്ത വിത്തിനങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മത്തങ്ങയുടെ വിത്തിനങ്ങൾ ഏതൊക്കെയാണ്, നെല്ലിൻ്റെ വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് രസതന്ത്രം നിത്യജീവിതത്തിൽ. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലെ ഒരു ടോപ്പിക്കുണ്ട്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ ആറ്റം, അടുത്ത അയിരുകളും ധാതുക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ഒരു 20 വരെയുള്ള എലമെൻസിൻ്റെ ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് നമുക്ക് ഒരുപാട് തരത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ഹെൽപ്പ് ആവും. എത്ര പീരീഡ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ട്, കണ്ടെത്തിയതാരാണ്, പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയതാരാണ്, ആധുനിക പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയതാരാണ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് എല്ലാം, ഹൈഡ്രജനും ഓക്സിജനും കണ്ടെത്തിയതാരാണ്, അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകളൊന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് വൺ അടുത്ത താപം, ഊഷ്മാവ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. താപവും ഊഷ്മാവും, ശബ്ദവും പ്രകാശവും. പിന്നെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, കൊച്ചു ടോപ്പിക്കാണ്, പെട്ടെന്ന് തീരും. അതുവഴി ഉത്തോലകങ്ങളോട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതും ചെറിയ ടോപ്പിക്കാണ്. പിന്നെ ഊർജം, പ്രവൃത്തി, പഞ്ചവത്സര പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക മേഖല, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഏതൊക്കെ അതിനകത്ത് വരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭരണഘടനയുടെ രൂപീകരണം. സോ ഭരണഘടനയുടെ രൂപീകരണം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഭരണഘടനയുടെ രൂപീകരണം ഞാൻ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അതായത് എന്നാണ് ഭരണഘടന രൂപം കൊണ്ടത്, അതിലുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെ കമ്മിറ്റീസ് ഏതൊക്കെയാണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതേപോലുള്ള കമ്മിറ്റീസും ബാക്കിയെല്ലാം ഉണ്ട്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, പിന്നെ അത് കഴിഞ്ഞ് ഓരോ കമ്മിറ്റിയുടെയും അധ്യക്ഷൻ ആരൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യുമെന്ന് പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് കടം വാങ്ങിയ കുറേ സാധനങ്ങളില്ലേ, നമുക്ക് ഓരോ രാജ്യത്തും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കടം മേടിച്ച കുറേ സാധനങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ആമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1, 2, 3 മാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാം. ഒരു 2 മാർക്ക് വരെ മിനിമം നമുക്ക് ഗ്യാരണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മൗലികാവകാശം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട പാർട്ട് മീൻസ് നിങ്ങൾ ഇന്ന പാർട്ട് എന്താണ്, ഇന്ന പട്ടിക എന്താണ്, അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ആർട്ടിക്കിൾസ്, പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിനകത്തൊന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കുക, നമുക്ക് 1 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഭേദഗതി പഠിക്കുമ്പോൾ ഒരുപാട് ഭേദഗതി പഠിക്കേണ്ട. 42ാം ഭേദഗതി, 44ാം ഭേദഗതി, 52ാം ഭേദഗതി, 73ാം ഭേദഗതി, 74ാം ഭേദഗതി, 86ാം ഭേദഗതി, 91ാം ഭേദഗതി, പിന്നെ ഏറ്റവും അവസാനമായി വന്ന 106ാം ഭേദഗതി, നമ്മുടെ നാരീശക്തി ആ ഭേദഗതി വരുന്ന 106ാമത്തെ ഭേദഗതി, അതുവരെ വന്ന് ഇത്രയും അമെൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ അമെൻമെൻറ്റ് പഠിക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ 100ന് ശേഷമുള്ള 100 മുതൽ 106 വരെയുള്ള ഭേദഗതികൾ എന്താണ് സംഭവം, ആ ഡേറ്റ് എന്നാണ്, അതും ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാര്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കറണ്ട് അഫേഴ്സിലൊക്കെ കൊണ്ട് എന്ത് ചെയ്യാം, കൊണ്ടങ്ങ് ചോദിക്കാം. 20 മാർക്ക് ആർക്ക് കിടപ്പുണ്ട്, കറണ്ട് അഫേഴ്സിന് കിടപ്പുണ്ട്. ഓക്കെ,
അത് കഴിഞ്ഞ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ബംഗാൾ വിഭജനം മുതൽ അങ്ങോട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള ഇന്ത്യയുടെ പ്രക്ഷോഭങ്ങൾ. വലിയ ടോപ്പിക്കാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം എടുത്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മസ്റ്റായിട്ടും പഠിക്കണം. അവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് പ്രക്ഷോഭങ്ങൾ പഠിക്കുമ്പോൾ ഇന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്, പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ഇറങ്ങിയ. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഇന്ന സാധനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, റൗലറ്റ് ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ടോപ്പിക്കാണിത്. നെക്സ്റ്റ് വൺ അടുത്ത ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ന പ്രസ്ഥാനം രൂപം കൊടുത്തത് ആരാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ അടുത്ത് കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ 20 മാർക്കും ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ പറഞ്ഞ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം PSC പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് എന്താണ് ഇന്ന മാർക്കിന് തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ നിങ്ങൾ LGSൻ്റെ സിലബസ് കണ്ടായിരുന്നോടാ. LGSൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. LGSൻ്റെ സിലബസ് ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളിപ്പോൾ ഈ LGSൻ്റെ സിലബസ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനോടൊപ്പം കണ്ടില്ലേ. അതായത് പൊതുവിജ്ഞാനം 40 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് മാത്സ് മെൻ്റൽ എബിലിറ്റി 20 മാർക്ക്. ഇങ്ങനെയാണ് പുതിയ സിലബസിനകത്ത് പറയുന്നത്. പഴയ സിലബസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് ഇതേപോലെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കഴിഞ്ഞ LDC പരീക്ഷയൊക്കെ കണ്ടില്ലേ, കറണ്ട് അഫയേഴ്സൊക്കെ 20 മാർക്ക് പറഞ്ഞിട്ട് 12 മാർക്കൊക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ, കറണ്ട് അഫയേഴ്സിനകത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവാം. IT നോക്കുകയാണെങ്കിലോ കഴിഞ്ഞ തവണ 3 മാർക്കായിരുന്നു LDCക്ക് പറഞ്ഞത്, പക്ഷേ 6 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷഫിൾ ചെയ്താൽ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഇന്ന് മാർക്ക് പോകത്തില്ല. ഇനി ബാക്കി കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട വന്നിട്ട് ഫസ്റ്റ് വൺ ഒന്ന് അവാർഡ്സ്, അതായത് എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെയൊക്കെയുള്ള ജ്ഞാനപീഠം പ്രധാനപ്പെട്ട അവാർഡ്സ് എന്ത് ചെയ്യുക, ഫുൾ അങ്ങ് പഠിക്കുക. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട പദവികളിൽ ആരെല്ലാമാണ്, അതായത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്, അറ്റോർണി ജനറൽ ആരാണ്, സോളിസിറ്ററി ജനറൽ ആരൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പദവികളിൽ ആരെല്ലാം കേരളത്തിലെയും ഇന്ത്യയിലെയും അത് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും. അത് കഴിഞ്ഞ് ഇന്ത്യ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്. അപ്പോൾ ഇന്ന റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ഇത്രാമതാണ്, അതൊക്കെ വരത്തില്ലേ. പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇത്രാമതാണ്, അത് കഴിഞ്ഞ് സന്തോഷ സൂചികയിൽ ഇത്രാമതാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ടോൾ ഫ്രീ നമ്പേഴ്സ് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നൊബേൽ സമ്മാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സംസ്ഥാന ഫിലിം അവാർഡ്സ്, ദേശീയ ഫിലിം അവാർഡ്സ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പറ്റുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യ ഡാഷ് സിറ്റി ഏതാണ്, ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതാണ്, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ജില്ല ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ഇന്ത്യയിലെ ആദ്യ, കേരളത്തിലെ ആദ്യ, ആ സാധനങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോഴത്തെ LD നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ വന്നിരിക്കും. അത് കഴിഞ്ഞ് ISROയുടെ റീസെൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. മീൻസ് ഏതൊക്കെയാണ്, ചന്ദ്രയാൻ 3, ഗഗൻയാൻ, മംഗൾയാൻ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ റീസെൻ്റ് ആയിട്ട് നടന്ന ലോഞ്ചസ് എല്ലാം തന്നെ ഒന്ന് ഓർത്തിരിക്കുക. 1 മാർക്കോ 2 മാർക്കോ അവിടെ കിട്ടിയിരിക്കും. പിന്നെ ISRO പഠിക്കുന്ന സമയത്ത് ISROയുടെ ചരിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അതായത് ISROയുടെ ഫോർമേഷൻ, ആദ്യ ഉപഗ്രഹം, ആദ്യ ഭൗസര ഉപഗ്രഹം, സൗരസ്ഥിര ഉപഗ്രഹം, പിന്നെ അത് കഴിഞ്ഞ് വാർത്താവിനിമയ ഉപഗ്രഹം, നിക്കി, അപ്പാച്ചെ, ആ സാധനമൊക്കെ അല്ലേ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് അപ്കമിങ് ഈവൻറ്റ്സ്, അതായത് അടുത്ത ബ്രിക്സ് ഉച്ചകോടി എവിടെ നടക്കുന്നു, അടുത്ത ഒളിമ്പിക്സ് എവിടെയാണ്, അത് കഴിഞ്ഞ് അടുത്ത ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള ഇവൻറ്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാരൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒളിമ്പിക്സ് കഴിഞ്ഞത്. ആ ഒളിമ്പിക്സ് ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ പെർഫോമൻസ്, ആദ്യ റാങ്ക് കിട്ടിയത് ആരൊക്കെയാണ്, അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ ഓപ്പറേഷൻ നെയിംസ്, ഓപ്പറേഷൻ മീൻസ് ഇപ്പോൾ ഓപ്പറേഷൻ ദോസ്ത്, ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ കാവേരി, ആ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് കറണ്ട് അഫയേഴ്സിനകത്ത് നോക്കാനുള്ളത്. സോ ഈ ഒരു 50 ടോപ്പിക്കുകൾ നിങ്ങൾ തീർത്താൽ, അതായത് എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നിട്ട് ഫസ്റ്റ് ഫേസ് നോക്കുകയാണെങ്കിൽ നവംബർ 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4 ജില്ല. ബാക്കിയുള്ള ജില്ലക്കാർക്ക് പിന്നെ സമയമുണ്ട്. സോ ഫസ്റ്റ് ഫേസ് ജില്ല നോക്കുകയാണെങ്കിൽ നവംബർ 2-നാണ് എക്സാം വരുന്നത്. ഈ മാസം ഇനി ഇവിടെ സെപ്റ്റംബർ.
അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബറാണ്, നമുക്ക് ഇനി ഈ മാസം എത്ര ദിവസമുണ്ട്? 15 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മാസം നോക്കുകയാണെങ്കിൽ 31 ദിവസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസമുണ്ട്. സോ 46, 48 ദിവസം ഇനി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏത് ജില്ലക്കാർക്ക്? കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ്. അത് കഴിഞ്ഞ് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ എക്സാം എന്നാണ് 23-നാണ് എക്സാം വരുന്നത്. അതായത് പിന്നെയും 21 ദിവസം കൂടെയുണ്ട്. 48ഉം 21. സോ 48, പിന്നെ അത് കഴിഞ്ഞ് 21, 9, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് 69 ദിവസം കിടപ്പുണ്ട്. തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ പിന്നെയും അവർക്കൊരു 7 ദിവസം കൂടെയുണ്ട്. അതായത് ഏതാണ്ട് ഒരു 76 ദിവസം കിടപ്പുണ്ട് തിരുവനന്തപുരം ജില്ലക്കാർക്ക്. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ബാക്കിയുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിലായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം കിടപ്പുണ്ട്. സോ ആദ്യം ഈ 50 ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ബാക്കി പ്രധാന ടോപ്പിക്കുകൾ പഠിക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. അതായത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല മാത്സ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പുതിയ കറണ്ട് അഫയേഴ്സ്, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ആ മേഖല ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് മക്കളെ, എന്ത് സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തിരിക്കും. പിന്നെ ഒരു ദിവസം പോലും ബ്രേക്ക് കൊടുക്കരുത്. ബ്രേക്ക് കൊടുത്താൽ പിന്നെ നമ്മളില്ല, ഒരിക്കലും നമുക്ക് പിന്നെ തിരിച്ച് കയറി വരാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഒരു ദിവസം പോലും നിങ്ങൾ ബ്രേക്ക് കൊടുക്കരുത്. സൂപ്പറായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പലരും പറയും LGSനൊക്കെ സാലറി കുറവാണ്. വാസ്തവം അതാണ്, LGSന് സാലറി കുറവാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ, അതായത് ബേസിക് പേ എന്നാണ് നമ്മുടെ പെൻഷനും ബാക്കിയെല്ലാം പിടിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു 19,000 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുന്നത്. പക്ഷേ ഓരോ വർഷം കഴിയും തോറും ഇൻക്രിമെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കോടതിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു വർഷം 2 ഇൻക്രിമെൻ്റ് വെച്ച് കിട്ടും. അതായത് ഒരു വർഷം 700 രൂപ വെച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ഉണ്ട്. സോ 10 വർഷമാകുമ്പോൾ ഇങ്ങനെ 7,000, പിന്നെ അത് കഴിഞ്ഞ് പ്രൊമോഷൻ ചാൻസ്. അപ്പോൾ ആദ്യം സാലറി കുറവാണെങ്കിലും ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് സാലറി ഓരോ വർഷം കഴിയുന്തോറും കൂടി വരും. പിന്നെ പ്രൊമോഷൻ ബാക്കിയെല്ലാം അങ്ങനെ വരും. അപ്പോൾ അവസരം എന്ത് ചെയ്യരുത്? ഒരിക്കലും മിസ്സാക്കരുത്. കോമ്പറ്റീഷൻ ഭയങ്കര കുറവാണ്. കോമ്പറ്റീഷൻ കുറവ് മീൻസ് പഠിക്കുന്ന ഒരു 4,000 പേര് മതി കോമ്പറ്റീഷനൊക്കെ വരാനായിട്ട്. പക്ഷേ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് തീയായിട്ട് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ജോലി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ സൂപ്പറായിട്ട് പഠിക്കുക. ഇനിയുള്ള 48 ദിവസം പ്രൂവ് ചെയ്യുക നിങ്ങളൊരു സംഭവമാണെന്ന്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രൂവ് ചെയ്യുക. നന്നായിട്ട് നിങ്ങൾ പഠിച്ചോ. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. സോ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ നിർബന്ധിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഓക്കെ, നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ വരുന്ന ഏതൊരു പോസ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, എപ്പോഴും എല്ലാമായിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. മാത്രമല്ല ഒരുപാട് പേര് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ലാസ്റ്റ് ഡേറ്റ് വന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ.